ഇത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ. അയിലമുടിച്ചിയും ആവനാട് കുന്നും നെല്ലിയാമ്പതി മലയും വേർതിരിയുന്ന താഴ്വാരത്തിലെ ഗ്രാമ്യ ഭംഗിയാർന്ന അയിലൂർ. സൂര്യനെ വൃഥാ മറച്ച് മേഘപാളികൾ മലനിരകളിൽ ഒളിച്ചു കളിക്കുന്ന സുന്ദര ദൃശ്യങ്ങൾ. നോക്കെത്താത്ത ദൂരത്ത് ഹരിത സമൃദ്ധിയാർന്ന പച്ചപ്പ്. മലമുകളിൽ നിന്നും സദാ ഒഴുകിയെത്തുന്ന ജലസമൃദ്ധി. നെൽപ്പാടങ്ങളും പച്ചക്കറികളും തെങ്ങും കമുകും ഫലവൃക്ഷങ്ങളും തിങ്ങി വളരുന്ന അപൂർവതയിൽ സ്ഥിതി ചെയ്യുന്ന പാളിയമംഗലം കളം വീട്. കിഴക്കു ദർശനമായ ഈ വീടിന്റെ വിസ്തൃതമായ മുറ്റം നെൽക്കറ്റകൾ മെതിക്കാനുള്ള കളം. വീടിന്റെ ഇരുവശവും കാർഷിക വിളകൾ സംഭരിക്കാനുള്ള മുറികൾ. വീടിന് തൊട്ടുചേർന്ന് തലമുറകളായിട്ടുള്ള നാടൻ തൊഴുത്തും ആട്ടിൻകൂടും കോഴിക്കൂടും. തൊഴുത്തിന് സമീപമായി വൈക്കോൽ കൂനകൾ. ഈ കുടുംബത്തിലെ കർഷകനാണ് 62 പിന്നിട്ട കലാധരൻ. വീട്ടുമുറ്റത്ത് നാടൻ പൂക്കളായ തെച്ചിയും തുളസിയും മന്ദാരവും ചെമ്പരുത്തിയും. പൂക്കളിൽ ജൈവ സാന്നിധ്യം വിളിച്ചോതുന്ന ചിത്രശലഭങ്ങളും. വയലേലകളിൽ ഞണ്ടും ഞവണിയും കുളയട്ടയും സജീവം. ശരിക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ചുറ്റും മലകൾ, അതുപോലെ തന്നെ നിറസമൃദ്ധിയാർന്ന വയലുകൾ, അതിനൊപ്പം തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത? ഈ കാണുന്ന മലയിലെ നീരൊഴുക്ക് നമ്മളുടെ കൃഷിയിടത്ത് കൂടിയിട്ട് വരുന്നുണ്ട്. അത് ആ മലയിൽ നിന്നുള്ള ആ മണ്ണിന്റെ ബലപുഷ്ടി എന്ന് തന്നെ പറയാം. അത് ഒഴുകി വന്ന് നമ്മുടെ കണ്ടങ്ങളിലൊക്കെ ഇത് നിറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണിനുള്ള ഒരു പ്രത്യേകത. തലമുറകളായി കൃഷിയാണ് ഈ കുടുംബത്തിന്റെ ജീവിതമാർഗം. വിളവ് കൂട്ടാൻ രാസവളവും രാസകീടനാശിനികളും സമൃദ്ധമായി ഉപയോഗിച്ച് നല്ല വിളവെടുത്ത പാടത്തും പറമ്പിലും ഇന്ന് അവയുടെ മണം പോലുമില്ല. ഇവയെല്ലാം ഈ കർഷകന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിയിട്ട് 12 വർഷം കഴിയുന്നു. ജൈവമിശ്രിതമായ ജീവാമൃതം കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ വിളകളും വളരുന്നത്. പരമ്പരാഗതമായി കിട്ടിയതും സമ്പാദിച്ചതുമായ 10 ഏക്കർ സ്ഥലത്താണ് കൃഷി. ഇതിൽ 3 ഏക്കർ നെൽകൃഷിക്കും 3 ഏക്കറിൽ പച്ചക്കറികളും ചേന, ചേമ്പ്, കൂർക്ക എന്നീ കിഴങ്ങുവിളകളും, 4 ഏക്കറിൽ മാവും പുളിയും കമുകും തെങ്ങും കൊക്കോയും പപ്പായയും ഫലവർഗ്ഗങ്ങളും കാന്താരി, കുരുമുളകും ഉൾപ്പെടെയുള്ളവയും വളർത്തുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ജൈവ രീതിയിലാണ് വളരുന്നത്. അയിലൂർ കൃഷിഭവനിൽ നടന്ന ജൈവ കർഷക ക്ലാസാണ് കലാധരനെ ജൈവമാറ്റത്തിലേക്ക് പ്രേരിപ്പിച്ചത്. രാസകീടനാശിനികൾ പ്രയോഗിച്ച വിളകൾ ഭക്ഷിക്കുന്നതുകൊണ്ടുള്ള കൊടിയ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനാലാണ് മേലിൽ ഇവ ഉപയോഗിച്ച് കൃഷി ചെയ്യില്ലെന്ന് തീരുമാനിച്ചത്. ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സാമൂഹ്യ ചർച്ച ഉയർന്നുവന്ന സാഹചര്യത്തിൽ ജൈവ കൃഷിയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും അതിൽ ആകൃഷ്ടനായിത്തീരുകയും ചെയ്ത കലാധരൻ
ജൈവ കൃഷിയിലേക്ക് തിരിയണം എന്ന താല്പര്യം കൃഷി ഓഫീസർ എന്ന നിലയിൽ എന്നോട് പങ്കുവയ്ക്കുകയും അതിന് എല്ലാവിധ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം നൽകുകയും ചെയ്തു. കഴിഞ്ഞ 12 കൊല്ലമായി പൂർണ്ണമായും ജൈവ കൃഷിരീതികൾ മാത്രം. ഒപ്പം സുഭാഷ് പാലേക്കറുടെ ചെലവില്ലാ കൃഷിയും. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും പച്ചില വളങ്ങളും ജീവാമൃതവും അംഗീകൃത ജൈവ വസ്തുക്കളും മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെൽപ്പാടങ്ങൾ സ്വന്തമായി ട്രാക്ടർ കൊണ്ട് ഉഴുതും പച്ചക്കറികൾക്ക് കൈക്കോട്ട് ഉപയോഗിച്ചുമാണ് കൃഷി ചെയ്യുന്നതെങ്കിലും പുരയിടത്തിലെ മറ്റു പ്രദേശങ്ങളിൽ ആഴത്തിൽ കിളച്ച് മണ്ണൊരുക്കാറില്ല. പറമ്പ് മുഴുവനായും ശീമക്കൊന്ന കൊണ്ട് ജൈവവേലി തീർത്തിരിക്കുന്നു. ചരിവുള്ള പ്രദേശങ്ങളിൽ കോണ്ടൂർ രീതിയിൽ ബണ്ടുകളെടുത്തു. കല്ലുകൾ കൊണ്ട് കയ്യാലകൾ തീർത്തിട്ടുണ്ട്. ഈ മലയുടെ അടിവശത്തിന് പെരുമഴയൊക്കെ വരുമ്പോൾ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ നീർച്ചാലുകളിൽ അവിടെ ഈ കല്ല് കെട്ടി വെള്ളത്തിന് ഓടി വരുന്ന വെള്ളത്തിന് തടഞ്ഞു നിർത്തി മെല്ലെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഈ മലയിൽ ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ഉപയോഗിച്ച് കോണ്ടൂർ ബഡ് എന്ന് പറയും, കോണ്ടൂർ ലൈൻ എന്ന പോലെയുള്ളതും എല്ലാം ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. മണ്ണ് കിട്ടുന്നിടത്ത് മണ്ണ് അത് ചെയ്യും, കല്ല് കിട്ടുന്നിടത്ത് കല്ല്. അതായത് കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല. പുരയിടങ്ങളിൽ അവിടെയായി പല അളവിൽ കുഴികളെടുത്ത് അതിൽ എല്ലാ വിള അവശിഷ്ടങ്ങളും നിറച്ച് ജീവാമൃതം തളിക്കും. 3 മാസക്കാലത്തിനുള്ളിൽ ഇവ അഴുകി പൊടിഞ്ഞ് മണ്ണുമായി ചേരുന്നു. ഒരേ കുഴിയിൽ തന്നെ പലതവണ ഇത് ആവർത്തിക്കും. പൊടിഞ്ഞ വളം മണ്ണിൽ ലയിച്ച് സമീപത്തെ മരങ്ങൾക്ക് കരുത്തേകുന്നത് കൂടാതെ പറമ്പിലുള്ള മഴവെള്ളവും ചെറുചാലുകളിൽ കൂടി ഒഴുകി ഈ കുഴികളിലെത്തി നീർക്കുഴിയായി തീരുകയും ഏത് കൊടിയ വരൾച്ചയിലും വിളകൾക്ക് ഉണക്കു സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. പറമ്പിലുണ്ടാകുന്ന കളകൾ ചുവടോടെ വെട്ടിമാറ്റാതെ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനാൽ മഴക്കാലത്ത് മണ്ണൊലിപ്പ് തടയാനും സഹായകരമാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി മണ്ണിരയുടെ സാന്നിധ്യം സജീവമായിട്ടുണ്ട്. മണ്ണിനടിയിൽ 15 അടി വരെ ആഴത്തിൽ സുഷുപ്തിയിലായിരുന്ന മണ്ണിര ജീവാമൃതത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ മണ്ണിന് മുകളിലേക്ക് വരികയും അവയുടെ വിസർജ്യം നല്ല വളമായി തീരുകയും അവ മണ്ണിൽ മേൽപോട്ടും കീഴ്പോട്ടും സഞ്ചരിച്ച് ഇളക്കം വരാനും വായു സഞ്ചാരത്തിനും ഉതകുന്നു. മഴക്കുഴികൾക്ക് പുറമെ മലഞ്ചെരുവിൽ നിന്നും വരുന്ന നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി ചെറുചാലുകൾ കൂടി ഒഴുക്കിയും നനയ്ക്കുന്നതിന് പുറമെ 3 സെന്റോളം വിസ്തൃതിയുള്ള ചുറ്റും കരിങ്കൽ കെട്ടിയ കൊക്കുറുണി അഥവാ ജലസംഭരണിയിൽ ശേഖരിച്ച് നെൽകൃഷിക്കും പച്ചക്കറികൾക്കും നനയ്ക്കുകയും ചെയ്യും. കലാകരേട്ടന്റെ ഏരിയ ഈ 4-5 ഏക്കറോ 5-6 ഏക്കറോ ഉള്ള സ്ഥലത്ത് കൃഷിയിടങ്ങൾക്ക് അതൊരു വേനൽക്കാലങ്ങളിലും വെള്ളം അതിലൂടെ മഴക്കാലത്ത് സംഭരിക്കുന്ന വെള്ളം വേനൽക്കാലത്ത് ഉപയോഗിക്കത്തക്ക വിധത്തിൽ കൃഷി പ്രയോജനപ്പെടുത്തുന്നതിന് ഉപകരിച്ചു. അതിലുമുപരി താഴേക്കടയിൽ കിടക്കുന്ന കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും ഒരു ഭൂഗർഭ ജല ഇതിലൂടെ ഉറവുകൾ ഇറങ്ങി അതും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ പ്രക്രിയയിലൂടെ സാധിക്കും. ആലുവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇൻഡോസർട്ടാണ് കലാധരന്റെ കൃഷിയിടം 12 കൊല്ലങ്ങൾക്ക് മുൻപ് പരിശോധിച്ചത്.
ആദ്യ വർഷം C1 ഗ്രേഡിലായിരുന്നു, പിന്നെ C2, പിന്നീടുള്ള വർഷങ്ങളിൽ C3യും തുടർച്ചയായി ലഭിക്കുന്നുണ്ട്. ഇക്കൊല്ലം വരെയുള്ള ജൈവ അംഗീകാരം ഇദ്ദേഹത്തിനുണ്ട്. കാസർഗോഡ് ഡ്വാർഫ്, കാങ്കേയൻ, ബെച്ചൂർ ഉൾപ്പെടെ 5 നാടൻ പശുക്കളും 3 ആടുകളും അതിന്റെ കുട്ടിയും 50 നാടൻ കോഴിയും 5 താറാവും ജൈവകൃഷിക്ക് അനുബന്ധമായി വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് പുല്ലിനും വൈക്കോലിനും പുറമെ 300 ഗ്രാം തേങ്ങാ പിണ്ണാക്കും 2 കിലോ തവിടും വെള്ളത്തിൽ കുഴച്ച് 2 തവണ നൽകും. കറവ കഴിഞ്ഞ ശേഷം പശുക്കളെ പറമ്പിലെ മാന്തോട്ടത്തിലും മറ്റു മരങ്ങളുടെ ചുവട്ടിലും മാറ്റി മാറ്റി കെട്ടും. ഇവയുടെ ചാണകവും മൂത്രവും പലയിടങ്ങളിലായി വീഴുന്നതിനാൽ അവിടുത്തെ മണ്ണിലും ജൈവസമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മാവും തോട്ടത്ത് പുല്ലടിക്കൂല, പുല്ല് അങ്ങനെ തന്നെ നിർത്തും. ഈ നാടൻ പശുവിന് ഇതിന് ആദ്യം പശുക്കളിനെ കൊണ്ട് കെട്ടും. പശുക്കളിനെ കണ്ടാൽ പശുക്കൾ മുഴുവൻ പുല്ല് തിന്നും. ഈ തൊട്ടാവാടി ചില ഇലകളൊന്നും പശു തിന്നില്ല, അതൊക്കെ അവിടെ നിർത്തും. നിർത്തിയിട്ട് ഈ പശുവിനെ പിറ്റേ ദിവസം അതിൻ്റെ അപ്പുറത്തുള്ള മാവിൽ കെട്ടും. അപ്പോൾ ആടുകളിനെ കൊണ്ടുവന്നിട്ട് ഈ ചോട്ടിൽ കെട്ടും. ആദ്യം പശു മേഞ്ഞ മാവിൻ്റെ ചോട്ടിൽ ഈ ആട്ടുകളിനെ കെട്ടും. അപ്പോൾ ആട്ടിൻ്റെ മൂത്രമായി ആട്ടിൻ്റെ കാട്ടുമായി, പശുവിൻ്റെ മൂത്രമായി പശുവിൻ്റെ ചാണകമായി. ഇതാണ് ഓരോ മാവിനും നമ്മൾ കൊടുക്കുന്നത്. ആടിന്റെ പാല് കറന്ന് അരിച്ച് കറന്ന മേനിയിൽ തന്നെ പേരക്കുട്ടികൾക്ക് നൽകി ബാക്കി വീട്ടാവശ്യത്തിനെടുക്കും. രാവിലെ തുറന്നുവിടുന്ന കോഴികളും താറാവും പറമ്പിലും പാടത്തും കൊത്തിപ്പെറുക്കി കീടങ്ങളെ നശിപ്പിക്കും. വൈകുന്നേരം കൂടണയും. അതിരാവിലെ ഉണരുന്ന ഈ കർഷക കുടുംബം പകലന്തിയോളം കൃഷിയിടത്തു തന്നെ പലവിധ ജോലികൾ ചെയ്യുന്നതോടൊപ്പം സഹായികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകും. കുടുംബ കൂട്ടായ്മ ഉണ്ടെങ്കിലേ ഏതു കൃഷിയും വിജയിക്കൂ എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർക്ക് കാവലായി ഒരു നായയും പിന്നിലുണ്ട്. മറ്റു കർഷകർ പരമ്പരാഗത കൃഷി അനുവർത്തിക്കുമ്പോൾ കലാധരൻ മാത്രം ജൈവ കൃഷിയിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് സവിശേഷത. കൊയ്ത്ത് കഴിഞ്ഞ പാടം ഒരു തവണ ഉഴുത് പച്ചില വളച്ചെടികളായ ഡെയിൻസ്, കൊഴിഞ്ഞിൽ, പയർ, മുതിര, റാഗി ഇവ കൂട്ടിക്കലർത്തി ഏക്കറിന് 8 കിലോ വീതം വിതയ്ക്കും. പിന്നീട് 5-ാം നാൾ ഞാറ്റടിക്കുള്ള നെൽവിത്ത് പാകും. ഒരു മാസം കൊണ്ട് പച്ചില വളച്ചെടികൾ വളരുമ്പോൾ അവയെ ഉഴുത് മണ്ണിൽ ചേർക്കും. വീണ്ടും പാടത്ത് വെള്ളം കയറ്റി 3 ചാൽ ഉഴുത് നിരപ്പാക്കി 100 കിലോ കക്കയും വിതറും. ചെളി മറയത്തക്ക വിധം മാത്രം വെള്ളം നിർത്തിയ ശേഷം ജീവാമൃതം തളിച്ച ശേഷമാണ് 25 ദിവസം മൂപ്പത്തിയ ഞാറു നടുന്നത്. നട്ട് 20-ാം നാൾ
വീണ്ടും ജീവാമൃതം തളിക്കും. അടിക്കതിർ കണ്ടു തുടങ്ങുമ്പോൾ ജീവാമൃതത്തോടൊപ്പം 5 കിലോ തേങ്ങാ പിണ്ണാക്കും ശീമക്കൊന്ന ഇലയും അഴുകിയ ശേഷം സത്താക്കി അവയും ഇലകളിൽ വീഴും വിധം തളിക്കും. ഇങ്ങനെ ജൈവവളവും കീടനാശിനിയും ഒരുമിച്ച് പ്രയോഗിക്കുന്നതിനാൽ നെല്ലിൽ മുഞ്ഞ, വെള്ളീച്ച, ഓലചുരുട്ടിപ്പുഴു മുതലായവ ഉണ്ടാകാറില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ നെല്ല് അതിലെ ഉമി മാത്രം കളഞ്ഞ് തവിടോടെയാണ് വിൽക്കുന്നത്. ഇത്തരം അരിക്ക് നല്ല വില ലഭിക്കുന്നുണ്ടെന്നും കലാധരൻ പറയുന്നു. പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗത്തിന് ജീവാമൃതവും ഇടയ്ക്കിടെ ജൈവ കീടനാശിനിയായ സ്യൂഡോമോണസും തളിക്കും. കീടാക്രമണം രൂക്ഷമായാൽ ഒരാഴ്ച പഴക്കമുള്ള ദുർഗന്ധമുള്ള ജീവാമൃതം തളിക്കും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അരി നേരിട്ടും നാരകം പോലുള്ള വിളകൾ ആവശ്യക്കാർക്ക് വീട്ടിൽ നൽകിയും പച്ചക്കറികളും മറ്റും പാളിയമംഗലത്ത് പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയായ സ്വാശ്രയ വിപണിയിലുമാണ് വിറ്റഴിക്കുന്നത്. പൂർണ്ണമായി ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് തക്ക വില ലഭിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം ഈ കർഷകൻ മറച്ചുവെക്കുന്നില്ല. ഇപ്പോൾ വിളവും വിലയും കുറവാണ്. എന്നാലും താമസിയാതെ തനിക്ക് ജൈവ കൃഷിക്ക് രാജ്യാന്തര സർട്ടിഫിക്കേഷൻ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കലാധരൻ. അപ്പോൾ നല്ല വില ലഭിക്കുമെന്നും ഇദ്ദേഹം പ്രത്യാശിക്കുന്നു. ഭാര്യ പാർവതിയുടെയും മകൻ ജയദാസിന്റെയും മരുമകൾ സുനിതയുടെയും ശ്രദ്ധയും അധ്വാനവും കൃഷിപ്പണികളുടെ എല്ലാ കോണുകളിലും എത്തുന്നത് തനിക്ക് ഊർജവും അനുഗ്രഹവുമാണെന്ന് കലാധരൻ വിശ്വസിക്കുന്നു. നിരവധി പഠന ക്ലാസുകളിൽ പങ്കെടുത്താണ് ജൈവകൃഷി പാഠങ്ങൾ സ്വായത്തമാക്കിയത്. നിരവധി വിദേശികളും സർവകലാശാല വിദ്യാർത്ഥികളും ഈ കൃഷിയിടം സന്ദർശിക്കാറുണ്ട്. നമുക്കൊരു മനസ്സ് ഉണ്ടെങ്കിൽ ഇത് എന്തും ചെയ്യാം, അത് വിജയിക്കുകയും ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആശുപത്രിയിൽ പൈസ കൊടുക്കണ്ട, നമുക്കത് വലിയൊരു അനുഗ്രഹമാണ്. ജൈവ കൃഷിയും ചെലവില്ലാ പ്രകൃതി കൃഷിയും സമന്വയിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഈ കർഷക കുടുംബം രാജ്യത്തിനും നാട്ടുകാർക്കും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്.